ഞാനൊരു പോലീസ് പക്ഷത്താണ് നിൽക്കുന്നത്. പോലീസ് എല്ലാവരും പുണ്യാത്മാക്കളെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ സാധാരണ പോലീസുകാരുടെ പ്രശ്നങ്ങളുണ്ട്, പെട്ടുപോകുന്ന പോലീസുകാരുണ്ട്, അവരുടെ കുടുംബമുണ്ട്. ആ കുടുംബമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. സെയിം എനിക്കറിയാവുന്നൊരു റിയൽ ഇൻസിഡൻറ്റിലെ ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഇറങ്ങി ഓടി, ഭാഗ്യത്തിന് വണ്ടി ഔട്ടിയോണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആളാണ്. അതിനെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട്. അതിനോട് എനിക്ക് നീതി പുലർത്തേണ്ടി വരും. അത്രയും ഹാപ്പിനെസ്സിനെക്കാളിലും ഒറ്റപ്പെടലും വേദനകളും ഒക്കെ ഫീൽ ചെയ്യുന്ന മനുഷ്യരുടെ ഒരു കാലഘട്ടമാണ്. അപ്പം അവർക്ക് വലിയ ഹാപ്പിനെസ്സിനേക്കാളും ചിലപ്പോൾ അവരുടെ ഡിപ്രഷനെ ഒന്നുകൂടെ ചെറുതായിട്ട് തൊട്ടുണർത്തുന്നത് ഞാനായിരിക്കാം. എല്ലാത്തരം പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പോർഷൻ കുറച്ചു നാളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു, അത് ഞാൻ എടുത്തു. ഒരു പോലീസുകാരന് ആദ്യം വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ, നിരീക്ഷണ പാഠം. നിങ്ങൾക്ക് എൻ്റെ സിനിമ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വായനയാണ് അതിൻ്റെ അകത്ത്. അതിന് എനിക്കൊരു തെറ്റും പ്രായമില്ല. അവർക്ക് എന്നെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നല്ലാതെ എനിക്കതിനെ ചെന്നിട്ട് ഇനി സിനിമ കണ്ട എല്ലാവരോടും എനിക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സന്ദേശത്തൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ അരാഷ്ട്രീയവാദിയാവും. ഒരു നായകനെ ഉണ്ടാക്കിയിട്ട് നായകൻ 10 പേരെ തല്ലി 10 പേരെ കൊന്ന് ഹീറോ ആകുമ്പോൾ ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല. അതാകുമ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്, ആൾക്കാർ കൈയടിച്ചാൽ മതി എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ പെട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം ഉണ്ടാകാൻ നോക്കാനാണ്. ഈ കോടതി കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്, പോലീസിന്റെ ഇടി പേടിച്ചിട്ടാണ്. സിനിമയിൽ പോവാതിരിക്കാൻ വേണ്ടി ഏത് സിനിമ കാണുമ്പോഴും അതൊന്നും കൊള്ളത്തില്ലെന്ന് പോട്ടേണ്ട അച്ഛൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് ആ കൂട്ടത്തിൽ ഭാഗ്യവാൻ. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് FTA പോകണമെന്ന്, ഡിഗ്രി എടുത്തിട്ട് FTA പോകണമെന്ന് ആഗ്രഹിച്ച വാപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് പരാതി പറയുന്നതിനിടയിൽ ഈ പെരുമഴയെത്തും എനിക്ക് തോന്നുന്നു റോന്തിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. കാറുള്ളവർ മാത്രം സിനിമ കണ്ടു എന്നാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഇത്. കാരണം സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്കിലൊക്കെ വന്ന് കാണുന്ന അല്ലെ അങ്ങനത്തെ ഒരു വ്യൂവേഴ്സിന് ഈ പടത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. അതൊരു നഷ്ടമാണ്. എന്നാൽ പോലും നമ്മൾ ഹാപ്പി ആയിരുന്നു, കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഉള്ളവന്റെ ഇല്ലാത്തവും പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ പണിക്കിറങ്ങിയാലേ തളകോപ്പാൻ. ഒരു സ്ത്രീ ഭയങ്കര പവർഫുൾ ആണ്, അവരെ വെച്ച് സിനിമ വിൽക്കപ്പെടും എന്നുണ്ടെങ്കിൽ ഇവിടെ 100 കഥകൾ വരും. നായട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണുങ്ങളുടെ കഥയാണ് പറഞ്ഞത്. മാട്ടിഞ്ഞാണ് ഈ പറഞ്ഞത് ഒരു ലേഡി കോൺസ്റ്റബിളിനെ കൂടെ ഇത് സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിമിഷം വരുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടറിയാം, നിമിഷയുടെ പെർഫോമൻസ് കൊണ്ട് നിമിഷം ഉണ്ടാക്കിയ സ്പേസ് ആണ്. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവാണ് നിമിഷയ്ക്ക്. റോന്താണല്ലോ പുതിയ വിശേഷം. തിയേറ്ററിൽ പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് പരാതി പറയുന്നതിനിടയിലും ഈ പെരുമഴയെത്തും എനിക്ക് തോന്നുന്നു റോന്തിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ആ നൈറ്റ് പെട്രോളിങ്ങിനിടെ 2 പോലീസുകാർ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷങ്ങളും അവരുടെ ഒരു അനുഭവങ്ങളും പ്രേക്ഷകനിലേക്കും അത് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പം ആ ജീപ്പിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതുപോലും നമ്മുടെ ഉള്ളിൽ നമ്മളെ കൂടെ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. എന്തായിരുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ളൊരു പ്രതികരണം, ഒരു സംവിധായകന് തോന്നിയിട്ടുള്ള? അല്ല, സിനിമ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു സിനിമ ചെയ്തു എന്നുള്ളത് വാസ്തവം. അത് ജനങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് അതിൻ്റെ സന്തോഷം. കാരണം ഇതൊന്നും നമുക്കൊരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു സക്സസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പരിചയമില്ലാത്തവരുടെ മെസ്സേജുകളും ഇപ്പോൾ ഇൻസ്റ്റ സ്റ്റോറികളും വന്നെന്ന് അറിയാം. നമുക്കതൊന്നും എല്ലാം റീഷെയർ പോലും പറ്റാത്ത നമ്പറുകൾ വന്നു. അപ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നല്ല ശ്രമമായിരുന്നു റോന്ത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് റോന്ത്. എവിടെയായിരുന്നു റോന്തിന്റെ തുടക്കം? നായാട്ട് സമയത്ത് തന്നെ പാരലി ഒരു ഡയറക്ഷൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണ വന്നു. ആ ബ്രേക്കായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ച 2 സിനിമകളാണ്. ഒന്ന് എലവിഴ പുഞ്ചിറ എൻ്റെ സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട്. അപ്പോൾ അവർ വേറെ സംവിധാനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ആ സമയത്ത്. അപ്പം ഞാൻ മനീഷിനോട് പറഞ്ഞു, നമുക്ക് ഇന്നണക്കൊരു ഐഡിയ ഉണ്ട്, വർക്ക് ചെയ്താലോ എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളത് ആലോചിച്ച് തുടങ്ങി. അപ്പം കൊറോണ കഴിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ ഷൂട്ടിനൊക്കെ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റോന്തിനേക്കാളും ഞാനെന്നാൽ ഇവരുടെ കഥ വേറെ ഞാനങ്ങ് ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പടത്തിലോട്ട് കയറി. അതിനുശേഷം നമ്മൾ റോന്ത് പയ്യെ ഇറക്കി. കാരണം ഒത്തിരി പേര് പറഞ്ഞ ആദ്യത്തെ സിനിമയായിട്ട് റോന്ത് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ നോക്കിയപ്പം
അതിലൊരു ത്രില്ലില്ല. അങ്ങനെയാണ് ഇലവിഴ പുഞ്ചിറ ഫസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ട റോന്ത് തന്നെയായിരുന്നു. ആശങ്കകൾ ഉണ്ടായിരുന്നോ ഈ റിലീസ് ടൈമിൽ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നോണ്ട് തന്നെ നല്ല മഴയായിരുന്നു. ഇല്ല, നമ്മള് പിന്നെ മഴക്കാലം നമ്മൾ ഇത്രയും ഒരവസ്ഥ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി നമ്മൾ മെയ് ലാസ്റ്റൊക്കെ മഴ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഒന്ന് ക്ലിയർ ആവുമെന്ന്. പക്ഷെ കറക്റ്റ് റിലീസ് ഡേറ്റ് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസത്തോളം നല്ല മഴയായിരുന്നു. 6-10 ജില്ല വരെ റെഡ് അലർട്ട് വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ. എൻ്റെ ഒരു പ്രശ്നം, നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റിയത് കാറുള്ളവർ മാത്രം സിനിമ കണ്ടു എന്നാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഇത്. കാരണം സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്കിലൊക്കെ വന്ന് കാണുന്ന അല്ലെ അങ്ങനത്തെ ഒരു വ്യൂവേഴ്സിന് ഈ പടത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. അതൊരു നഷ്ടമാണ്. എന്നാൽ പോലും നമ്മൾ ഹാപ്പി ആയിരുന്നു സിനിമയെ, കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. റോഷന്റെ കഥാപാത്രം ദിന്നാദ്, അതിലെനിക്ക് തോന്നുന്നു ഷാഹി കബീർ എന്ന പോലീസുകാരനെയും കാണാൻ പറ്റും. പക്ഷെ യോനച്ചൻ, ദിലീഷ് പോത്തന്റെ കഥാപാത്രം, അത് കണ്ട് പരിചയിച്ച ഒരു പോലീസുകാരനാണോ അല്ലെങ്കിൽ ഇടപഴകിയിട്ടുള്ള പോലീസുകാരനാണോ? ഇത് പല ആൾക്കാരുടെയും പല രീതിയാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കണ്ടുപഴക്കമല്ല. ആക്ച്വലി പോത്തട്ടൻ്റെ നമ്മൾ ക്യാരക്ടർ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ തന്നെ പറയുന്നത്, ഒരു പോലീസുകാരന് 10-20 വർഷം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം രണ്ടെണ്ണമാണ്. ഒന്ന് അയാളുടെ പേഴ്സണൽ ആൾക്കാരോടുള്ള ഒരു സ്വഭാവവും പ്രൊഫഷണൽ സ്വഭാവം രണ്ടാണ്. ഇപ്പം പോലീസുകാരുടെ ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് സ്വന്തം പണി പോകാതെ നോക്കലാണ്. കാരണം എന്തും ചെറിയ വിഷയങ്ങൾ ഇപ്പോൾ ഒരു സസ്പെൻഷനിലെത്താം. പോലീസിന്റെ കാര്യത്തിൽ പിന്നെ ചോദ്യമില്ല, സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണമുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ചില പോലീസ്. കാരണം ഒരു പരാതി വന്നാൽ സസ്പെൻഡ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് അന്വേഷിച്ചിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് സസ്പെൻഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി പോകാതിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ഇത്രയും വർഷം സർവീസ് ഉള്ളവരാണ്. അപ്പം അവർ ഓരോ സ്ഥലത്തും ഡീൽ ചെയ്യുന്നത് അവരുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ അധികാരവും ലുക്കും സാമ്പത്തിക അവസ്ഥയും ഒക്കെ വെച്ചിട്ടായിരിക്കും സീനിയേഴ്സ് പെരുമാറുന്നത്. എന്ന് വെച്ചാൽ അവർ വെളിയിൽ കാണിക്കുന്ന സ്വഭാവം പലരോടും പലതായിരിക്കും. ഇപ്പൊ വഴി നിൽക്കുന്ന പിള്ളേരോട് നിങ്ങൾ കണ്ടതാണ്, നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നതെന്നിരിക്കും. അതേസമയം കുറച്ചുകൂടെ ഹൈ ക്ലാസ് ആണ്, അവരുടെ പെരുമാറ്റം വേറെ ആയിരിക്കും. നിങ്ങൾ റോഡിൽ നമ്മൾ ഇങ്ങനെ കാണുന്നതാണ്. പലപ്പോഴും ഇവരങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ ഓരോ സ്ഥലങ്ങളും. ഇപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് യോഹന്നാനെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ചില ചില കാര്യങ്ങൾ മാത്രമല്ല, ഒരാളില്ല അതിൻ്റെ അകത്ത്. അതെ. പോലീസ് എക്സ്പീരിയൻസ് എത്രത്തോളം ഈ ഒരു സിനിമയെ സഹായിച്ചു? ഈ സിനിമ മാത്രമല്ല, മിക്ക സിനിമകളും ആ ഒരു പോലീസ് കഥാപാത്രങ്ങൾ. കഥയിലൊന്നും നമ്മളെ അത്ര ഡീറ്റെയിലിംഗ് എന്ന് പറയാലോ. ഇപ്പൊ ഒരു പോലീസുകാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവാം, എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളത് ആഡ് ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് സ്വഭാവം ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട് അതിന്. അല്ല കഥകളൊന്നും അല്ല. ഈ കഥ മാത്രമാണ് ആക്ച്വലി ഞാനുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ടെന്ന് പറയുന്ന കഥ. ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുത്ത കഥകളൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് മൂഡും സിറ്റുവേഷൻസും അറിയാവുന്നതുകൊണ്ട് എഴുത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സിനിമ ഒരു പാഷൻ തന്നെയായിരുന്നോ അതോ അപ്രതീക്ഷിതമായി വന്നു പെടുകയായിരുന്നോ? പാഷൻ ആണെന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു എന്നും പറയാം. കാരണം എല്ലാവരും കണക്ക് ഞാൻ കുറെ ഇന്റർവ്യൂ പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുള്ളൊരു കഥയാണ്. എന്നാലും വീണ്ടും പറയാം, എൻ്റെ വാപ്പ ഭയങ്കരമായിട്ട് നാടകമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. വീട്ടിൽ ചെറുപ്പത്തിലെ TV ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞായറാഴ്ചകളിൽ വരുന്ന അവാർഡ്സ്, നാഷണൽ അവാർഡ്, അങ്ങനത്തെ അവാർഡ് സിനിമകൾ എന്നെ ഉച്ചയ്ക്ക് പിടിച്ചിട്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ അത് കാണിക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്സ് എന്ന് പറയുന്ന കാര്യം എൻ്റെ വാപ്പ എന്നാണ് കേൾക്കുന്നത്. വാപ്പ വളരെ ലെഫ്റ്റ് കക്ഷിയായിരുന്നു. പല സിനിമകളെയും, കൊമേഴ്ഷ്യൽ സിനിമകളെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് പറയുന്നതിൻ്റെ ഏകദേശം വർഷം തന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കടുത്ത ലെഫ്റ്റ് പ്രൊഫൈലിൽ നിന്നുള്ള വായനയായിരുന്നു ആ പടം. അപ്പം പടം പേര് കബീർ എന്നാണ്. അപ്പം അപ്പൊ അതിന് ശേഷം എന്നെ പഠിപ്പിച്ചതിലും ഉണ്ട് ഇത് ഇന്നയാണ് ഇങ്ങനെയാണ് അവര് എന്ന് വെച്ചാൽ അടൂർ സാറിന്റെ ഒക്കെ പടം അനന്തരമൊക്കെ എന്നെ പിടിച്ചിട്ട് കാണിച്ചാൽ അങ്ങനത്തെ പടങ്ങളൊക്കെ TV കണ്ടിട്ടുണ്ട്. ബേക്കർ സാറിന്റെ ചാപ്പ. നമുക്ക് ഒരു സ്കൂൾ കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു 5ലും 6ലും പഠിക്കുന്ന ആളാണ് ഞാനെന്ന് ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തും ബെൻഹർ കണക്കുള്ള സിനിമകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ കാലഘട്ടത്തിൽ വരുന്നു. അല്ലെങ്കിൽ നമ്മൾ സിനിമ എല്ലാവരുടെ കണക്കും നമുക്കും സിനിമയായിട്ട് കൗതുകമൊക്കെ ഉണ്ടായി. അതൊക്കെ പോയതാണ്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പോലീസിൽ ചേരുന്നത്. അപ്പം വാപ്പയ്ക്ക് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു. വാപ്പ ഡിഗ്രി, ഞങ്ങളുടെ സിനിമാ സർക്കിൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യവാൻ ഞങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനും പോത്തൂരിനും ലാൽജോ സാറും എല്ലാം കൂടി ഇരുന്നപ്പം പറഞ്ഞൊരു അനുഭവമുണ്ട്.
സിനിമയിൽ പോവാതിരിക്കാൻ വേണ്ടി ഏത് സിനിമ കാണുമ്പോഴും അതൊന്നും കൊള്ളത്തില്ലെന്ന് പോത്തേണ്ട അച്ഛൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ആ കൂട്ടത്തിൽ ഭാഗ്യവാൻ. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് FTA പോകണമെന്ന്, ഡിഗ്രി എടുത്തിട്ട് FTA പോകണമെന്ന് ആഗ്രഹിച്ച വാപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പോലീസിൽ പോയി. അങ്ങനെ സിനിമാ താല്പര്യങ്ങളൊക്കെ ഇല്ലാതായി. അത് കഴിഞ്ഞ് ഞാൻ പോലീസിലായി കഴിഞ്ഞപ്പോൾ, ക്യാമ്പിലായി കഴിഞ്ഞപ്പോഴും എന്തോ ആലപ്പുഴ SD കോളേജിൽ 2 ദിവസത്തെ തിരക്കഥ പഠനം വരുന്നു, നിനക്ക് പോയി 2 ദിവസം ലീവ് എടുത്തെന്ന് വാപ്പ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ഒന്നും എഴുതിയിട്ടില്ല. എഴുതാത്ത ഒരാളെ കുറിച്ചാണ് വാപ്പാടെ ഈ ജഡ്ജ്മെന്റ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ വാപ്പ മരണപ്പെട്ടു. എനിക്ക് മകനുണ്ടായി കഴിഞ്ഞിട്ടാണ് വാപ്പ മരിക്കുന്നത്. അത് കഴിഞ്ഞ് മകൻ വളരാൻ തുടങ്ങിയപ്പോൾ എന്തോ വാപ്പയുടെ ഒരു വല്ലാത്ത ഇഷ്ടവും, പിന്നെ പല പല കാരണങ്ങൾ, സാമ്പത്തികം, പോലീസ് ജോലിയിൽ നിന്നൊന്ന് ഇറങ്ങണമെന്നുള്ള ആഗ്രഹങ്ങൾ കൂടി. കാരണം എനിക്ക് ഈ ക്യാമ്പിലെ ജീവിതമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ലോക്കൽ പോലീസിൽ ചെന്ന് കഴിയുമ്പം എനിക്ക് ഇച്ചിരി എമ്പതി പ്രശ്നമുള്ളതുകൊണ്ട് ഓരോ ദിവസം ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പോലീസിൽ നമ്മളുടെ മുമ്പിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്ന് മാറണമെന്ന് ഇതെല്ലാം കൂടെ ചേർന്നപ്പം എന്നാൽ പിന്നെ ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് സിനിമ ശ്രമിക്കാമെന്ന് വെക്കുന്നത്. സിനിമയിൽ ശ്രമിക്കാൻ എളുപ്പം കയറാൻ പറ്റുന്നത് തിരക്കഥാകൃത്തായിട്ടാണ്. കാരണം നമ്മൾ ആദ്യമേ കാണുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ആണല്ലോ, ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി അങ്ങനെ വന്നതാണ് സിനിമ. ഇല്ല, ആദ്യമേ ഞാൻ ഈ ജോസഫിന്റെ തിരക്കഥ എഴുതി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എഴുതി. ഞാൻ അതിന് മുമ്പ് ക്യാമ്പിലെ പോലീസുകാർ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിരുന്നു. അപ്പോൾ അതായത് ജോജുവിനെ കാണുന്നു, ജോജുവിന് കഥ ഇഷ്ടപ്പെട്ടു ജോസഫിന്റെ. അന്ന് ജോജുവും ഒന്നും ആയിട്ട് നിൽക്കുന്നു. അതൊരു 3/4 ഭാഗം എഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് തന്നെ എഴുതിയ പടമാണ്. അതിന് ഇടയ്ക്കാണ് പോത്തേണ്ണുമായിട്ടൊരു കഥ പറയാൻ പോയി മീറ്റ് ചെയ്തതും. പോത്തേണ്ണ എന്ന് പറഞ്ഞ് നിന്റെ കഥയും കഥാപാത്രം എഴുത്തൊക്കെ എനിക്ക് വർക്കായി. അങ്ങനത്തെ ഒരു ഡാർക്ക് കഥയല്ല, എനിക്ക് കുറച്ച് ലൈറ്റർ പടമാണ് ഇഷ്ടം, നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വിട്ടതാണ്. അപ്പോഴത്തേക്ക് ജോസഫ് ഇവിടെ എനിക്ക് കഥ 3/4 ഭാഗം എഴുതി നമുക്കത് ഓണാക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോത്തേട്ടൻ വിളിച്ചിട്ട് ഞാൻ നിനക്കൊരു പോലീസ് പടം ചെയ്യണം, അസിസ്റ്റന്റ് ആവുന്നതെന്ന് ചോദിക്കുന്നു. എനിക്കൊന്ന് കേരളത്തിലെ ആ സമയത്ത് മഹേഷ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാവരും ആഗ്രഹിച്ച പോത്തേട്ട ബ്രില്യൻസിലൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. ഞാനൊന്നും ചിന്തിച്ചില്ല, ഞാൻ നേരെ പോയി ജോയിൻ ചെയ്തു. ഈ ജോസഫ് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? കാരണം അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ട്രെൻഡ് എന്നൊക്കെ മാറിയിട്ടില്ല, അന്നത്തെ ഒരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ടുള്ളൊരു രീതിയായിരുന്നല്ലോ. നമ്മൾ ഒത്തിരി സിനിമ ശരിക്കും കൃത്രിമത്വമുള്ള ഏറ്റവും വലിയ കൃത്രിമ സിനിമയാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സംവിധാനം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കുറ്റാന്വേഷണ കഥ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് മമ്മൂക്ക കണക്ക് ഒരാൾക്കൊരു കുറ്റാന്വേഷണം മമ്മൂക്ക വെച്ചെഴുതാന്നുള്ള രീതി ഒരു സംവിധാനം ചോദിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, നമുക്കിപ്പം കഥ എഴുതണം. അങ്ങനെ ഞാൻ എഴുതിയതാണ്. അപ്പം ഈ പറയുന്ന പരമ്പരാഗതമായ ക്ലീശകളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹം അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അതല്ലാതെ അത് വർക്കാവുന്ന വിചാരിച്ചിരുന്നോ എന്നുള്ളതാണ് എൻ്റെ എല്ലാ കാര്യത്തിലും. അത് നമ്മളുടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ജോജോണ് അഭിനയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ പ്രൂവ് ചെയ്തേ പറ്റൂ. അതാണ് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീൻ ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇമോഷൻ പയ്യെ കുരുക്കഴിക്കുക. ശരിക്കും ശ്രദ്ധിച്ചാൽ അതിൻ്റെ അകത്ത് വൻ കോമഡികളുണ്ട്. ഫ്ലാഷ് ബാക്കിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഇതൊന്നും പിടുത്തം കിട്ടാതെ എഴുതി പോലും. മുൻ സിനിമകളെ പോലെ തന്നെ റോന്തും കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകനൊരു പെയിനാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസാനിപ്പിക്കൽ സിനിമയ്ക്ക് ഉണ്ടാവുന്നത്? അത് മനഃപൂർവ്വം വരുന്നതാണോ അതോ വരുത്തുന്നതാണോ അതോ കഥ എഴുതുമ്പം? ജോസഫിന്റെ അകത്ത് എൻഡ് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സിനിമയിലും ഞാൻ പറഞ്ഞു ക്ലീശകൾ പൊളിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നായകൻ കൈയും കെട്ടി വന്ന് അതുവരെ പ്രേക്ഷകർ കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു, അതുവരെ കണ്ടതിൽ അവരുടെ ഒരു ബുദ്ധി കാണിക്കുന്നു. അപ്പൊ അതങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ള ചിന്തയിൽ ഉണ്ടായതാണ്. മരിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷ്യം കൊടുത്ത ഒരാളെ ഹീറോ ആക്കിയാലോ എന്നുള്ള ചിന്ത. അല്ലാതെ അതൊരു സിനിമയുടെ സക്സസ് അല്ലെ ആൾക്കാരുടെ ഇമോഷൻ വർക്കാൻ വേണ്ടി തന്നെ പുതിയൊരു ഐഡിയ എന്നുള്ള രീതി. ഇപ്പൊ നായരനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതൊരു സാധനം ഇല്ല അതിൻ്റെ അകത്ത്. വേണേൽ കൊമേഴ്ഷ്യലാക്കാം, വളരെ എളുപ്പമാണ്. ഒരു 3-4 സീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സീനോ ഒരു വോയിസ് ഓവറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനം ഹാപ്പി ആവുന്ന തരത്തിൽ. പക്ഷെ അതല്ലല്ലോ റിയാലിറ്റി. അതങ്ങനെ. പിന്നെ പൂഞ്ചിറ എൻ്റെ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ എൻ്റെ ഫ്ലേവറിലുള്ളതാണത്. അങ്ങനെ വന്നു. ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് ഒരു കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നായകനെ ഇടിച്ചു ജയിക്കുക, അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ എന്ന് മാത്രം ചിന്തിച്ചു പോയ സിനിമയാണത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും, സിനിമയിൽ കണ്ട ശീലങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. കാരണം പ്രേക്ഷകന് ആ ക്ലീഷേ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി,
പഴയ കഥ പറച്ചിൽ രീതികൾ ഇപ്പോഴും ഹിറ്റാവുന്നുണ്ട്. ഇപ്പൊ തമിഴിലാണെങ്കിലും ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ചിന്തിച്ചൊരു സിനിമയുണ്ട്. 12 വർഷത്തോളം പെട്ടിക്കാത്തിരുന്നൊരു സിനിമ 12 വർഷത്തിന് ശേഷം റിലീസ് ചെയ്തപ്പോൾ അതായിരുന്നു അപ്പോഴത്തെ ഹിറ്റ്. അപ്പോൾ പ്രശ്ന പഴയ കഥ പറച്ചിലാണ് ഇപ്പൊ ഇഷ്ടം. ഇപ്പൊ റോന്തി വരുമ്പം റോന്തിന് കൃത്യമായൊരു കാരണമുണ്ട് അങ്ങനെ എൻഡ് ചെയ്യാൻ, അല്ലാതെ അതൊരു എന്ന മനുഷ്യരെ ഡാർക്കാക്കാന്ന് വെച്ചിട്ടല്ല. ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സെയിം എനിക്കറിയാവുന്നൊരു റിയൽ ഇൻസിഡന്റിലെ ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഇറങ്ങി ഓടി, ഭാഗ്യത്തിന് വണ്ടി ഔട്ടിയോണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആളാണ്. അതിനെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട്. അതിനോട് എനിക്ക് നീതി പുലർത്തേണ്ടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ 80കളിൽ ആ ഒരു സിനിമയുടെ ട്രെൻഡ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാറി വന്നു. അതായത് നമ്മൾ സന്തോഷത്തോടു കൂടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ രീതിയിലുള്ളൊരു സിനിമ കൊണ്ടുവരുന്നത്. താങ്കളുടെ എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും റിസ്ക് കണ്ടിരുന്നോ എന്നുള്ളതാ സിനിമയുടെ ഒരു വിജയത്തിലേക്ക്? ഇത് എപ്പോഴൊരു ചിന്തിച്ചിരുന്നോ അങ്ങനെ ഇത് എത്രത്തോളം വർക്കാവും? അങ്ങനത്തെ റിസ്കില്ല. ഇതൊരിക്കലും ഒരു വലിയ എന്താ പറയുക, ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ആവത്തില്ലെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള സിനിമയാണ്. ഇത് പ്രോഫിറ്റബിൾ ആവണം, വിജയിക്കും കൂടെ വേണമല്ലോ, ബ്രേക്ക് ഈവൻ ആവണം എന്നുള്ള ചിന്തകൾ നമുക്ക് എല്ലാ സിനിമയിലും ഉണ്ട്. അത് നമ്മൾക്ക് ആരും അധ്വാനിച്ച കാശ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. ബ്രേക്ക് ഈവൻ ആവണം എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ എന്റെ ജഡ്ജ്മെന്റ് ഇതാണ്. ബാക്കി എല്ലാ രീതിയിലും പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാത്തരം പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഒരു പോർഷൻ കുറച്ചു നാളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. അത് ഞാൻ എടുത്തു, ഞാനിങ്ങ് എടുത്തു വന്ന്. കാരണം എന്റെ മോഡൽ മറ്റാരും കഥ മീൻസ് ഞാൻ പറയുന്ന കണക്കല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള കഥകൾ ആരും പറയുന്നില്ല, വേണ ഡിപ്രസീവായ കഥകൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയാണോ. അപ്പോൾ അത് നമുക്കറിയാം. നമ്മുടെ ബാക്കിലോട്ട് നോക്കിയാൽ പല എഴുത്തുകാരും സിമിലർ സാധനങ്ങളിലൂടെ പോയിട്ടുണ്ട്. നമ്മൾ ലെജൻസ് ആയിട്ടുള്ളവരെല്ലാം പോയൊരു വഴി അവിടെ ഉണ്ട്. കുറച്ചു നാളായിട്ട് ഫ്രീ ആയിരുന്നു. ഞാനിപ്പോൾ ആ ഇമോഷൻസ് ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു. കാരണം വ്യക്തി, മനുഷ്യൻ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതം, സമൂഹം, മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ആ സ്പേസ് ഫ്രീ ആയിരുന്നു. അപ്പം അത് ഞാൻ അങ്ങനെ കണ്ടു. സിനിമയാണല്ല ഞാൻ പറഞ്ഞു, ഞാനൊരു ജന്മന ജൈവപരമായ ഒരു എഴുത്തുകാരനൊന്നുമല്ല. ജൈവമായ എന്താ പറയുക, സിദ്ധി എന്നൊക്കെ പറയുന്ന കണക്ക് ജെന്യൂൺ റൈറ്റർ അല്ല. ഞാനൊരു സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. പ്രേക്ഷകന് വേണ്ടിയാണ് എഴുതുന്നത്, എനിക്ക് വേണ്ടിയല്ല എഴുതുന്നത്. അത് കൊമേഴ്ഷ്യലാണ് എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പം അതാണ് എൻ്റെ വഴി ഇന്ന്. അത് വർക്കായി എന്നുള്ളതിന്റെ തെളിവാണ് എനിക്ക് തോന്നുന്നു ഷാഹി കബീർ എന്ന പേര് കണ്ടിട്ട് തന്നെയാണ് താങ്കളുടെ സിനിമകൾക്ക് പ്രേക്ഷകരെ എത്തുന്നത്. അല്ല, ഈ കാലഘട്ടത്തിന്റെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം കൂട്ടുകുടുംബം മാറി. ഇപ്പം എൻ്റെ പിള്ളേരാണെങ്കിൽ തന്നെ വീട്ടിൽ ഇരുന്ന് കൂട്ടുകാരുമായിട്ട് മൊബൈലിൽ കളിക്കുന്ന, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. ഭയങ്കര ഒറ്റപ്പെട്ട ആൾക്കാരാണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ ഡൗൺ ആയിട്ടുണ്ട്. ഹാപ്പിനെസ്സിനെക്കാളിലും ഒറ്റപ്പെടലും വേദനകളും ഒക്കെ ഫീൽ ചെയ്യുന്ന മനുഷ്യർ ഒരു കാലഘട്ടമാണ്. അപ്പം അവർക്ക് വലിയ ഹാപ്പിനെസ്സിനേക്കാളും ചിലപ്പോൾ അവരുടെ ഡിപ്രഷനെ ഒന്നുകൂടെ ചെറുതായിട്ട് തൊട്ടുണർത്തുന്നത് ഞാനായിരിക്കാം. മേ ബി അങ്ങനെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവാം. പറഞ്ഞില്ലേ, ഷോക്ക് അടിക്കുന്ന കണക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ തന്നെ ഒരാള് ഇലവിഴ പുഞ്ചിറ കണ്ട ആള് അടുത്ത സിനിമ എന്റെ ഫസ്റ്റ് കാണണമെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ട്. കുറച്ചു പേർക്ക്, ഭൂരിപക്ഷം അല്ല, എന്നാലും നമ്മളൊരു ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് എഴുതാവുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. ജോസഫിലും നായാട്ടിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു, ഇലവീഴ പുഞ്ചിറയില് സംവിധായകൻ. പക്ഷെ റോന്തിലേക്ക് എത്തുമ്പം ഇത് രണ്ടും ആയിരുന്നു. റോന്തിന്റെ പ്രശ്നം ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഏകദേശം 45 ദിവസം, ഒരു 39-40 ദിവസം നൈറ്റ് ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഇറങ്ങി പോകുന്നു, രാവിലെ വരും. നമ്മളുടെ എല്ലാം എന്താ തലച്ചോറൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പോലും അറിയാൻ മേലാത്തൊരവസ്ഥ വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റർ വേറൊരു റൈറ്റർ കഥയായിരുന്നേ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കറിയില്ല, നമ്മൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ഒരാൾ വേണം. റോഷനപ്പം ഒരു ഇന്റർവ്യൂ പറയുന്നത്, ഇയാള് ഫുൾ ടൈം റൈറ്റർ കണക്കാണ് പണിയെടുക്കുന്നത്. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല. ചില മിസ്സിങ്, ചില സീൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പം അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പൊ അതിനെ കവർ ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം സ്ക്രിപ്റ്റ് ഇരുത്തിക്കൊണ്ടിരിക്കും. കാരണം അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. കാരണം ഒരു റൈറ്റർ ഉണ്ട്, നമ്മൾ ചില സമയത്ത് ബ്ലാങ്ക് ആയിട്ട് നമ്മളുടെ ഡയറക്ഷനിൽ പോവും. അപ്പൊ ചില ഡയലോഗ് മിസ്സിങ് പോലും നമ്മൾ അടുത്ത സീന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചേക്കാം. അവിടെ ഒരു ഡയലോഗ് മിസ്സിങ് ആയാൽ പിന്നെ നമ്മൾ അടുത്തത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ആ പ്രോസസ് ചെയ്യേണ്ടി വരും. അപ്പൊ നേരെ കുറച്ച് റൈറ്ററിന്റെ സപ്പോർട്ടുള്ളപ്പം എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തമായി എഴുതി സംവിധാനം ചെയ്യുന്നതിനേക്കാളും സംവിധാനം ചെയ്യുമ്പോൾ ഒരു പുറത്തെ കഥയൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ അടുത്തൊന്നും സംവിധാനം ചെയ്യുന്നില്ല. ആരും കഥ അയക്കും. ഇപ്പോഴത്തെ പ്രശ്നം ചുമ്മാ വാട്സാപ്പിൽ കഥ വരും. ഞാൻ ഇവരോടൊക്കെ ചോദിക്കും, എന്തിനാണ് ഇത് അയക്കുന്നത്? ഞാൻ പറയാം, ഞാൻ പുറത്തെ കഥയാണെന്ന് പറഞ്ഞാൽ എനിക്കിനി കഥകളുടെ ബഹളമായിരിക്കും ചിലപ്പോൾ.
അപ്പൊ ഇനി തിരക്കഥാകൃത്തായിട്ട് തുടരണം തന്നെയാണ് കുറച്ചാൾ ഇനി എനിക്ക് കുറച്ചധികം നാള് ഇനി തിരക്കഥാകൃത്തായിട്ട് തുടരാനാണ് ആഗ്രഹം. അതാണോ ഈസി? വാ, ഇത്ര എഫേർട്ട് എടുക്കണ്ടെന്നാ, ഇത്രയും ടെൻഷനില്ലല്ലോ. നമുക്ക് ആ സൈഡിൽ പോയിരുന്ന സംവിധാനം കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാൽ മതി. ഇത് എന്താ പറഞ്ഞ ഒരു കോർഡിനേഷനാണ് ഭയങ്കര. ഒരു പല ടൈപ്പ് ഓഫ് ടെക്നീഷ്യൻസ്, പല ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ഇവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് വെച്ചാൽ പ്രഷറുകളെല്ലാം നമ്മളെയാണ്. ബഡ്ജറ്റ്, മഴ പെയ്താൽ ടെൻഷനാണ്. എഴുത്തുകാരനാകുമ്പോൾ ഇതൊന്നും അറിയണ്ടല്ലോ, അതെല്ലാം സംവിധാനം എടുത്തോളൂ. നമ്മൾ ആ സൈഡിൽ പോയി ആവശ്യമുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറഞ്ഞൊക്കെ ഇരുന്നാൽ മതി. ഈ സിംഗ് സൗണ്ടിൽ സിനിമ ചെയ്യുന്നത് വെല്ലുവിളിയാണോ? ഇല്ല, ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂ തുടങ്ങാൻ നേരം പറഞ്ഞു ഞങ്ങൾ ജീപ്പിലിരുന്നു പോകുമ്പോൾ അത് ഉണ്ടായി എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം സിംഗ് സൗണ്ടാണ്. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ, എനിക്ക് മ്യൂസിക് വളരെ ലൗഡ് മ്യൂസിക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് കണക്കാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ അല്ലിയേട്ടൻ അങ്ങനെയാണ്. അപ്പം നമുക്കൊരു സ്ഥലം ഫീൽ ചെയ്യണമെങ്കിൽ സിംഗ് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആംബിയൻസ്, നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് തോന്നുന്നത് അവരുടെ കഴിവാണ്. അപ്പം അത് ഞാൻ പണ്ട് കണ്ട ഏതോ സിനിമകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഒരു മ്യൂസിക് പോലും ഇല്ലാതെ കാറ്റടിക്കുമ്പം ഒരു വേലിയായിട്ട് വെച്ചിരിക്കുന്ന തകിടിന്റെ ശബ്ദം കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഇമോഷൻസ്. അപ്പൊ അന്ന് എത്രയോ വർഷം മുമ്പ് കണ്ടാലും അതെന്നെ സ്വാധീനിച്ചു. അതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ പൂഞ്ചിരയാണേലും റോന്താണെങ്കിലും ഞങ്ങള് സൗണ്ട് ഡിസൈൻ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക് ചെയ്തത്. മ്യൂസിക് വളരെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തീരുമാനം. ഈ സിനിമയെ കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടിയുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കുറച്ചുകൂടെ മ്യൂസിക് ഉണ്ട്, അല്ലെ കുറച്ചുകൂടെ താഴെയായിരുന്നു. പക്ഷെ ഇലവീഴ പൂഞ്ചിരയിലായാലും റോന്തിലായാലും പ്രേക്ഷകരെ നല്ല ഉദ്വേഗത്തിൽ ഇരുത്തുന്നുണ്ട്. ആ ഒരു മൈൽഡ് മ്യൂസിക് ആണെങ്കിൽ പോലും സാധാരണ അത്തരം സീനുകളിൽ സിനിമയിൽ കണ്ടുവരുന്ന അല്ല ഇലവിഴ പൂഞ്ചിരയുടെ കഥ അല്ലേട്ടനോട് പറയുമ്പോൾ അല്ലേട്ടൻ ചോദിച്ചു ഇതിനെന്തിനാണ് മ്യൂസിക് ഡയറക്ടർ എന്നാണ് പുള്ളി ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ആ സിനിമയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലാതെ സിനിമ നന്നാക്കുക അല്ല നമ്മുടെ ഇഷ്ടമുള്ള സിനിമ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അത് സംവിധായകന്റെ പോലെ എന്നുള്ള നമ്മൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. ഞാൻ സൗണ്ട് ഡിസൈനേഴ്സിനോടും പറയാറുണ്ട് നിങ്ങളാണ് മേജർലി വർക്ക് ചെയ്താൽ അത്രയും മ്യൂസിക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പിന്നെ മ്യൂസിക് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ അതിന്റെ പുറകെ നമ്മൾ വായിച്ച് കരയിക്കണ്ട. കാരണം നല്ല പെർഫോമൻസ് ഉള്ളപ്പോൾ നമ്മളതിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ നെഞ്ചിൽ അടിച്ചു കയറ്റണ്ട. അവർ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇമോഷൻ കിട്ടിക്കോളും. അതിന്റെ കൂട്ടത്തിൽ വലിയ ശബ്ദങ്ങൾ നമ്മൾ കൊടുക്കണ്ട. അതെ, ഈ രണ്ട് സിനിമയിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതാ. കാരണം വളരെ മൈൽഡ് ആയിട്ടേ ഉള്ളൂ നമ്മളെ അത്. പക്ഷെ അത് ചില ഓർമ്മപ്പെടുത്തലുകളും ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത സീനിലോട്ടൊക്കെ ഇയാളുടെ ഇമോഷൻസ് അതാണെന്ന് തോന്നിപ്പിക്കാൻ നമ്മൾ മ്യൂസിക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നിന്നെ ബിറ്റ് അപ്പുറത്ത് വരും, അത് പ്രേക്ഷകനെ കണക്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ ആ ഇമോഷൻ അതാണ് എന്നൊക്കെ. അല്ലാതെ കരയിക്കാൻ വേണ്ടി ഒന്നും ഞങ്ങൾ വലുതായിട്ട് മ്യൂസിക് ചെയ്യാൻ താല്പര്യമില്ല. ഈ അനിൽ ജോൺസൺ എന്ന് പറയുന്ന ആളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞാൻ അല്ലേട്ടനെ കാണുന്നത് ജോസഫിന്റെ സക്സസ് പാർട്ടി ഞങ്ങൾ കോഴിക്കോടോട്ട് വരാൻ നേരം ഞാനും അല്ലേട്ടും അന്നാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അല്ലേട്ടന്റെ പടങ്ങൾ അറിയാലോ, മെമ്മറീസ്, ദൃശ്യം, ജോസഫ്, എനിക്കറിയില്ല കുറെ ഹിറ്റ് പടങ്ങളുടെ, ത്രില്ലർ ഹിറ്റ് പടങ്ങളുടെ. അപ്പം അല്ലേട്ടൻ പറയാറുണ്ട് ഞാൻ ദൃശ്യവും മെമ്മറീസ് ഒക്കെ ചെയ്തതിന് ശേഷം ആൾക്കാരുടെ വിചാരം ഞാൻ ത്രില്ലർ മാത്രമാണ്, എനിക്കൊരു ലൈറ്റ് പടം കിട്ടുന്നില്ല. പുള്ളി ഭയങ്കര സെൻസിബിൾ ആയ ഒരു മനുഷ്യനാണ്. പുള്ളി ആഡ് ഫിലിം ഒക്കെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഡെയിലി എനിക്ക് തോന്നുന്നൊരു 2-3 ഇന്റർനാഷണൽ സിനിമ വർക്കില്ലെങ്കിൽ ഇരുന്ന് കാണുന്ന ഒരാളാണ്. അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷെ മ്യൂസിക് ഡയറക്ടറെക്കാളും നല്ലൊരു ഡയറക്ടോറിയൽ മൈൻഡ് സെറ്റിലാണ് കാണുന്നത്. അല്ലാതെ മ്യൂസിക്കിനപ്പുറം സിനിമ നന്നാവണമെന്നുള്ള ചിന്തയുള്ള ഒരാളാണ്. അത് നല്ല സൗഹൃദമാണ്. ക്യാമറ അതേപോലെ മനീഷ് മാധവൻ ഇലവീഴ പൂഞ്ചിരയിലായാലും റോന്തിലായാലും ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഇതും മനീഷിനെയും പരിചയപ്പെടുന്ന ജോസഫി വെച്ചാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് സെറ്റിൽ ഒച്ചയും ബഹളം എടുക്കുന്ന ആരും ഇഷ്ടമല്ല. അപ്പം അത് മനീഷനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരുന്നു പുള്ളി അവിടെ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നാൽ പുള്ളിയുടെ പണി കൃത്യമായിട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരു ജോസഫോട്ടുള്ള ഒരു സൗഹൃദമാണ്. അപ്പം ഞാൻ പടം ചെയ്യുകയാണെങ്കിൽ മനീഷേട്ടൻ കണക്ക് ഒരാൾ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇലവിഴ പുഞ്ചിറ വന്നപ്പോഴും മനീഷേട്ടൻ എന്നെയും വിശ്വാസമായിരുന്നു ഞങ്ങളപ്പം. എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറോ ഒരു നടനോ പോലും ഈ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് നമ്മളീ പടം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ മനീഷേട്ടൻ കൂടെ ഉണ്ട്. അതെല്ലാവരും ഉണ്ട് കേട്ടോ. സൗണ്ട് ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു. പുഞ്ചിറ എഴുത അജയൻ, അല്ല അല്ലിയേട്ടൻ വരെ ഇലവിഴ പുഞ്ചിറ മേളിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ ഇതാണ്, നമ്മൾ ഇങ്ങനെയാണ് കഥ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനുകൾ, സംസാരങ്ങൾ ഒന്നുമില്ലെന്ന്, പ്രൊഡ്യൂസർ ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ റോന്തിനാണെങ്കിൽ പോലും
ഇനിഷ്യലി പടം നടക്കുമെന്നൊക്കെ ഉറപ്പുള്ളതിന് മുമ്പേ ഞങ്ങളോട് ലൊക്കേഷൻ കാണാൻ വരും. അപ്പം അതൊക്കെ ആ സൗഹൃദമാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഷൂട്ടിനൊരു ക്യാമറമാൻ വരുന്നതിനേക്കാളും നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഇത് എടുക്കാൻ പറ്റുമോ, നമ്മൾ ആഗ്രഹിക്കുന്ന കണക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പം മനുഷ്യൻ അങ്ങനെ പ്രാക്ടിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളും മാറും. ചിലത് നമ്മൾ ചിന്തിച്ചു വെക്കും, അവിടെ ചെല്ലുമ്പോൾ പ്രാക്ടിക്കലി അത് നടക്കില്ലെങ്കിൽ പെട്ടൂല. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കും. അപ്പൊ ഷൂട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഞങ്ങൾക്ക് പോകും, ബഹളങ്ങളില്ലാതെ പോകാൻ പറ്റും. ഇപ്പം സിനിമകളിൽ കണ്ടിട്ടുള്ള മറ്റൊന്ന് പ്രദേശത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത പലപ്പോഴും സിനിമയിൽ നമുക്ക് കാണാനും ആവുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളെ കുറിച്ചാണെങ്കിൽ എലവിട പുഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ ഞാനും അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ റൈറ്റേഴ്സും ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. ഇപ്പം റോന്താണെങ്കിൽ ഇത് ഏതൊരു ക്രിസ്ത്യൻ മലയോര സ്ഥലവും മതി, ഇടുക്കിയോ കോട്ടയമോ പത്തനംതിട്ടയോ ആ സൈഡോ. ഇതിന് ഫസ്റ്റ് ഒരു പ്രൊഡ്യൂസർ സജയ് ചേട്ടൻ എന്ന് പറഞ്ഞ കക്ഷിയായിരുന്നു. പുള്ളിയുടെ വീട് ഇരട്ടിയായിരുന്നു. പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ചെയ്താൽ നല്ലതായിരുന്നു എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. ഞാനും വിചാരിച്ചു കുറെ നാളായിട്ട് ഇവിടെ കിടക്കുകയാണ്, എല്ലാ സിനിമയും തൊടുപുഴ ഹൈ റേഞ്ച് ഈ സൈഡായിരുന്നു. അപ്പം ഒന്നൊന്ന് മാറ്റി നോക്കാന്ന് വെച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. കുറെ സ്ഥലങ്ങള്, പ്രത്യേകിച്ച് പ്രേത ബംഗ്ലാവ്, ഡാമുകള്, ക്വാറി. അപ്പൊ സിനിമയിൽ നമുക്ക് ഇരുട്ടിക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു. മറ്റേ പോത്തട്ടം പറഞ്ഞ കണക്ക് ഇരുട്ടത്തും തിരുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്ത്. പക്ഷെ നമുക്ക് സീൻസ് എടുക്കുന്ന ആ സ്ഥലങ്ങളായിരുന്നു എൻ്റെ അല്ല, എനിക്ക് പ്രകൃതിയെക്കാളിലും എനിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീടുകള്, അതിന്റെ കൾച്ചർ, അതൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ പറയത്തില്ല, നമ്മള് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ നമുക്കൊരു കൊറിയോഗ്രാഫി ഉണ്ടാവും സീൻ. അപ്പൊ അത് പിന്നെ വേറൊരു സ്ഥലത്തും കിട്ടാതെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം. ഞങ്ങളൊന്ന് തപ്പി നോക്കി തൊടുപുഴയിലൊക്കെ ഇടയ്ക്ക് പ്രൊഡക്ഷൻ മാറിയപ്പോ, പക്ഷെ ഞാൻ വീണ്ടും അവിടെ തന്നെയായിരുന്നു. അത്രയും ഇന്റീരിയർ എന്നുള്ള രീതിയിൽ ഒരു പ്രദേശം ആയതുകൊണ്ടായിരിക്കും ഇരുട്ടി പോലെ അങ്ങനെ ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ഭയങ്കര ചെറിയ പോലീസ് സ്റ്റേഷൻ ആവണം, ഒരു ടൗൺഷിപ്പിൽ പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ചെറിയ പോലീസ് സ്റ്റേഷൻ ആയാലേ ഇത് ആ കഥ വിശ്വസനീയമാകത്തുള്ളൂ. ഇപ്പം യോനച്ചനായിട്ട് ദിലീഷ് പോത്തനും ദിന്നാഥായിട്ട് റോഷനും, ആ ഒരു സെലക്ഷൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ പിന്നെ വന്ന്? ഇല്ല, പല 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 ചിന്തകളുണ്ടാവും. നമ്മളിപ്പോ കഥയും കഥാപാത്രങ്ങളും ഉണ്ട്, നമുക്കപ്പം പലരും വന്നു പോകും. അത് സിനിമയാണ്, കൊമേഴ്ഷ്യൽ. ഒരാള് അത്യാവശ്യം ബഡ്ജറ്റ് ആവും, ഫുൾ നൈറ്റ് ആണ്, ഡബിൾ ബാറ്റയാണ്, 1.5 ബാറ്റയൊക്കെയാണ് ഡെയിലി പോകുന്നത്. അപ്പം പ്രൊഡക്ഷൻ സംബന്ധിച്ച് ഇത്രയും രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ കാറ്റഗറി നടന്മാർ ചിന്തിക്കും. റോഷൻ ഒരു ഘട്ടം തൊട്ട് റോഷനോട് ഞാൻ കഥ പറഞ്ഞിരുന്നു, 2 വർഷം മുമ്പേ ഉണ്ടാണ്. റോഷൻ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ എനിക്കത്ര വിശ്വാസം തോന്നിയില്ല. ഞാനിപ്പോൾ രാഷ്മാധവനെയാണ് മ്യൂച്വൽ ഫ്രണ്ട്. രാഷ്മാധവനെ വിളിച്ചു മച്ചാനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുമ്പോൾ രാഷ്മാധവൻ പറഞ്ഞ് ഇല്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ മുഖത്ത് നോക്കി പറയാം, അത്രയും ജെന്റിൽമാനാണ്, പറ്റിയൊരു പരിപാടിയൊന്നും അയാൾക്കില്ല, അയാൾക്ക് വർക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്ന് മുഖത്ത് നോക്കി പറയുന്ന ആളാണ്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സൈഡ് തപ്പി പ്രൊഡക്ഷൻ, ഇങ്ങനെ വയനാട് ഹിന്ദിക്കാർ വന്നു, ജംഗ്ലി പിക്ചേഴ്സ്. അപ്പം അവരിത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്ന തീരുമാന സമയത്ത് ആർട്ടിസ്റ്റുകളെ ചോദിച്ചു. ആ കൂട്ടത്തിൽ പോത്തേണ്ട പേര് ഞാൻ വിട്ടു, എളുപ്പം നടക്കുന്ന. അപ്പോൾ ആ ഒരു കൽപേഷ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുണ്ട്. പുള്ളി ബേസിക്കലി ഇവിടെയാണ്, ബംഗാൾ അങ്ങനെയൊക്കെയാണ്. പുള്ളി മലയാള സിനിമകളുടെ തന്നെ ഭയങ്കര ആരാധനയാണ്, മലയാള സിനിമയുടെ പ്രത്യേകിച്ച്. പുള്ളി പറഞ്ഞു ദിലീഷ് പോത്തൻ ഞങ്ങൾക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അത് ഓക്കെയാണെന്ന് പറഞ്ഞ അടുത്ത നിമിഷം ഞങ്ങൾ പോയി പോത്തനെ വിളിച്ച് നേരെ പോയി റൈഫിൾ ക്ലബിന്റെ സെറ്റിൽ പോയി കഥ പറഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നു. പോത്തട്ടം വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഒരു ഫ്രഷാണത്. പോത്തണ്ണ ഭയങ്കര ടാലന്റ് ഉള്ള ആളാണ്. കാരണം അങ്ങനെ പുള്ളിയെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയില് പെർഫോമൻസ് എടുത്ത് പറയേണ്ടത് തന്നെ റോഷനും അതെ, എല്ലാ അഭിനേതാക്കളും ഈ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് വേണ്ട താരങ്ങൾ എങ്ങനെയായിരുന്നു? അത് കുറെ ഉണ്ട്. ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്ത ജിതിൻ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്, ജിതിൻ പുത്തഞ്ചേരി. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ. ജിതിൻ നല്ല ആർട്ടിസ്റ്റാണ്. അപ്പൊ ജിതിനെ വിളിച്ചു. പിന്നെ നമുക്ക് പോത്തന്റെ വൈഫായിട്ട് ഒരാളെ തപ്പിയിട്ട് നമുക്ക് മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരാളെ കാണാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ എഡിറ്റർ പ്രവീൺ ചേട്ടനാണ് ലക്ഷ്മിയെ കാണിച്ചു തന്നെ, റീലൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ലുക്ക് വൈസ് നമുക്ക് ഓക്കെ ആയി. അങ്ങനെ മിഥുനെ വിളിച്ചു, മാട്ടിഞ്ചനെ വിളിച്ചു. എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല. മാട്ടിഞ്ചനെ വിളിച്ചിട്ട് എനിക്ക് ഇന്നണക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാട്ടിഞ്ചനും പറഞ്ഞു, എടാ ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് അവർ ഇതുവരെ ആരും സിനിമയിൽ എടുക്കാത്തതെന്ന്, ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു.
പിന്നെ പ്രധാനപ്പെട്ട കുമാരദാസ് എൻ്റെ ജൂനിയറായിരുന്നു. കുമാരദാസ് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞത്, ഡ്രാമ സ്കൂളുണ്ട് ഡൽഹിയിലെ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, NSD. അത് കഴിഞ്ഞിട്ട് ഭോപ്പാലിലെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ HOD ആയിരുന്നു. അവിടുന്ന് പിന്നെ പോയി FTP ഡിപ്ലോമ ആക്ടിങ് പഠിച്ചാണ്. കുമാരൻ കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. അപ്പം കുമാരനെ അങ്ങനെ വിളിച്ചാണ്. അരുൺ ചെറുകാവിൽ ഞാൻ അടുത്തിടയ്ക്ക് കുറച്ചാളിങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി എനിക്ക് രസമായിട്ട് തോന്നി. അപ്പോൾ പുള്ളി അരുൺ കുറെ കാലമായിട്ട് ഇപ്പം കാണുന്നില്ലല്ലോ സിനിമയില്. അപ്പൊ അരുൺ വന്നു. പിന്നെ കൃഷ, നമുക്കൊരു ആർട്ടിസ്റ്റിനെ വിളിക്കാനും മാത്രം സീൻസ് ഇല്ല, ബഡ്ജറ്റ് വൈസ് അറിയാം ഒരു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴാണ് നമ്മളുടെയൊക്കെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, അഭിലാഷ് മുല്ലശ്ശേരി എന്ന് പറയുന്നത്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനീഷ് മാധവൻ പറഞ്ഞത് അവനൊരു ലാസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഒരു പെൺകുട്ടിയുടെ പടം ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കാമെന്ന് ചോദിച്ചാൽ അയച്ചു തന്നു. ആ കൃഷയാണ്. കൃഷയെ വിളിച്ചു, താല്പര്യമുണ്ടോ ഓഡിഷൻ. അപ്പോഴാണ് അറിയുന്നത് അവർ തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ വന്നു. പിന്നെ ആർട്ട് അസിസ്റ്റൻസ് 2 പേര് അഭിനയിച്ചിട്ടുണ്ട്. ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നത് ചന്ദ്രനാണ്, ആർട്ടിലെ അസിസ്റ്റന്റാണ് ചന്ദ്രൻ. അതാണ് ഇങ്ങനെ തമ്പാൻ എന്ന് പറഞ്ഞൊരു ആർട്ട് അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫോക്കസ് പുള്ളറുണ്ട്, എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതങ്ങ് നമുക്കറിയാം, ഒരു രൂപം വെച്ചിട്ട് അങ്ങ് പിടിക്കുക, പിന്നെ ഇച്ചിരി ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നവരൊക്കെ വെച്ച് അഭിനയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നെല്ലാം അങ്ങനെയുള്ള കുറേ പേര് വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് നിർമ്മാതാക്കളെ കണ്ടെത്തലൊരു പ്രയാസകരമാവുന്നുണ്ടോ? അങ്ങനല്ല, നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മൾ പറയുക, വിൽക്കാൻ പറ്റുന്ന എന്ന് അവർക്ക് തോന്നുന്ന സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാത്ത സിനിമകൾ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ സിനിമയാണ് നമ്മൾ ഇന്ന ആർട്ടിസ്റ്റുകളെന്ന് പറയുമ്പോൾ എല്ലാം പിടിക്കണമെന്നില്ല. നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിൽക്കുക, അവർക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെയുള്ള പടങ്ങൾ അവർ ചെയ്യത്തുള്ളൂ. ഇപ്പം കുറേ സിനിമകൾ കണ്ടത് വെച്ചിട്ട് പറയുകയാണ്, ഇപ്പം ഈ അടുത്ത കാലത്തായാലും സ്ത്രീകളുടെ സാന്നിധ്യം സിനിമയിൽ കുറഞ്ഞു വരുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഒരു ഉള്ളൊഴുക്ക് വന്നു, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട്. പക്ഷെ മറ്റ് സിനിമകളിലൊക്കെ ഇപ്പോൾ വരുന്നതൊക്കെ കൂടുതലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സാന്നിധ്യമുണ്ട്, പ്രാധാന്യമുള്ള. ഷാഹി കബീറിന് എന്ന സംവിധായകനിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കാവോ? അത്തരം കഥകളെ കുറിച്ച് ആലോചിക്കോ? എന്നോട് ഈ ചോദ്യം ഇതിനു മുമ്പും ചോദിക്കാറുണ്ട്. പല ആർട്ടിസ്റ്റുകൾ ലേഡീസ് പറയാറുണ്ട്, ഞങ്ങളെ കണക്കുള്ള എന്റെ ആവശ്യമാണ് പരിഗണിക്കണം. അല്ല, അപ്പൊ ഇതിന്റെ പ്രധാന പ്രശ്നം, എന്നെ സംബന്ധിക്കുന്ന പ്രശ്നം ഒന്നിതാണ്. ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ഒരു ഡിഗ്രിക്കൊക്കെ ചെന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് അതിൻ്റെ പുറകെ പോയി. അപ്പം അങ്ങനെ പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രണയം ഈ പറയുന്ന കണക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു സ്ത്രീയായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടോ അങ്ങനെ ലൈഫിൽ പോലും അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. പിന്നീട് കോളേജിൽ നിന്നു, അത് കഴിഞ്ഞ് പോലീസ് ക്യാമ്പിൽ ചെല്ലുന്നു. അങ്ങനെ എനിക്കറിയില്ല സ്ത്രീകളെ എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററാണെങ്കിൽ പോലും ഞങ്ങളതിന് കാര്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ രാവിലെയും വൈകിട്ടും വിളിച്ചിട്ട് എന്ത് സുഖമാണോ എന്ന് ചോദിക്കുന്നൊന്നുമില്ല. ഇപ്പം എനിക്കൊന്ന് ഇപ്പം തന്നെ വിളിച്ചിട്ടൊരു 3 മാസമായിട്ടുണ്ട് ലാസ്റ്റ് വിളി കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ അടുപ്പില്ല. പിന്നെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ അല്ലെ അടുത്തറിയാവുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമാണ്. പിന്നീടാണ് ഇപ്പോഴാണ് ഞാൻ അതിന് വെളിയിൽ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ സൗഹൃദങ്ങളൊക്കെ എനിക്കുണ്ടാകുന്നത്. അപ്പം എനിക്കറിയില്ല, അപ്പം ഞാനങ്ങനെ അറിയാത്ത ഒരാളെ കുറിച്ച് കഥ എഴുതുക, അവരുടെ ഇമോഷൻസ് എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയില്ല. ഇതൊന്ന്. പിന്നെ ബഹുഭൂരിഷം കുറയുന്നത് പണ്ട് കൂട്ടുകുടുംബ കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഇവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രായമുള്ളവരുണ്ടായിരുന്ന എല്ലാ കൂട്ടുകുടുംബ കഥകളും പറഞ്ഞുകൊണ്ടിരുന്ന. ഇന്ന് നമുക്കൊരു കൂട്ടുകുടുംബ കഥ പറഞ്ഞാൽ എങ്ങനെ ഓടും? കാരണം അത് കണക്റ്റ് ആവുന്ന സമൂഹത്തിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു പരിധിവരെ സ്ത്രീകളുടെ കഥകൾ പറയാനുള്ളതിൻ്റെ കുറവായിരിക്കാം. പിന്നെ മാർക്കറ്റിന് വേണ്ടി സിനിമ ചെയ്യുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് വർക്കാവണമെന്നില്ല. ഉള്ളൊരുക്കൊരു മാർക്കറ്റിന് വേണ്ടി ചെയ്ത പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് സ്ത്രീ പ്രാതിനിധ്യം വരുന്നത്. പിന്നെ ഇപ്പൊ തമിഴ്നാട്ടിൽ ചോദിച്ചാൽ സ്റ്റാർസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കഥ വരും. നയൻതാരയ്ക്ക് വേണ്ടി കഥ എഴുതുന്നുണ്ടല്ലോ. ഒരു സ്റ്റാർഡമാണ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത്. അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭയങ്കര പവർഫുൾ ആണ്, അവരെ വെച്ച് സിനിമ വിൽക്കപ്പെടും എന്നുണ്ടെങ്കിൽ ഇവിടെ 100 കഥകൾ വരും. ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ആർട്ടിസ്റ്റോ അഭിനേത്രികളോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റാർ നടികൾ എന്നുള്ളതാണ്. അല്ലെ ഒരു സ്റ്റാർ. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ആലിയ ഭട്ടോ നയൻതാര എന്നൊക്കെ പറയുന്ന കണക്ക് അവരിൽ തന്നെ കച്ചവടമുണ്ട്. അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരും. നമുക്ക് അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ഹിറ്റുകളാണ് ഇവിടെ ഉള്ളത്. നിമിഷയോ അല്ലെ പാർവതിയോ, ഇവിടെ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും മികച്ച നടികൾ തന്നെയാണ്. പക്ഷെ ആ സ്റ്റാർഡം 1-2 അടുപ്പിച്ചുള്ള ഹിറ്റുകൾ വന്നു കഴിയുമ്പോൾ
ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ആ സൈഡിൽ. ഇപ്പം എനിക്കൊന്ന് മഞ്ജുവാര തിരിച്ചു വന്ന സിനിമ ഒരു സ്ത്രീ പക്ഷ അല്ലെ ഇതായിരുന്നു. അത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ കുറെ പടങ്ങൾ വന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് അല്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് സ്ത്രീപക്ഷ സിനിമയാക്കണം എന്നൊന്നുമില്ല. സ്ത്രീ പക്ഷല്ല, സ്ത്രീ എനിക്ക് പറഞ്ഞു മനസ്സിലായി. ഈ പറഞ്ഞ സിനിമ ഇപ്പം നമ്മൾ റോന്ത് താങ്കളുടെ ഇതിനെ ഞാൻ നയൻതാര സ്ത്രീപക്ഷ സിനിമ അല്ല പറയുന്നത്. പക്ഷെ കൊമേഴ്സ്യൽ എന്ന് പറയുന്ന ഒരു സ്പേസ്, അവര് ഒരു ഹീറോയിനായിട്ട് വെറുതെ നിൽക്കുമായിരിക്കും, പക്ഷെ ആ സ്പേസ് ഉണ്ട്. ഇപ്പൊ റോന്ത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നിട്ടുള്ള 2 ലേഡീസിനെ കാണിക്കുന്നുണ്ടല്ലോ, അവരെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് പ്രാധാന്യത്തോടെ കൊണ്ടുവരായിരുന്നല്ലോ എന്ന് തോന്നും. അവർക്കൊക്കെ കുറച്ചുകൂടെ ഒരു നമുക്ക് പ്രാക്ടിക്കൽ പറ്റില്ല. നമ്മളിപ്പുറത്ത് ആൾക്കാർ 2 പേരെ വെച്ച് കഥ പറഞ്ഞുകൊണ്ട് പോവാ. ആ 2 പേരുടെ കഥ പറയുമ്പം എനിക്ക് ഒത്തിരി ആൾക്കാർക്ക് ഡ്രാമ വർക്കാവില്ല. കാരണം ഞാൻ അവരുടെ ഇമോഷൻസ് പറഞ്ഞു കുറച്ചുകൂടെ മൂക്ക് പിടിച്ചിലും കഴിച്ചിലും വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സിനിമയെ ബാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ ഇമോഷൻസ് മതി ആൾക്കാർക്ക് കണക്ട് ആവാൻ. അത് എന്റെ നായകൻ പറയുമ്പോൾ കിട്ടുന്നതാണ് എന്റെ സിനിമയ്ക്ക് വർക്ക് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നമ്മൾ ഇപ്പുറത്താണല്ലോ കഥ പറയുന്നത്. ജോസഫിലാണെങ്കിലും ഭാര്യയും കാമുകിയൊക്കെ 2 പേരുണ്ട്. ആ 2 പേരെയും നിങ്ങൾ മറക്കത്തില്ല. നമ്പർ ഓഫ് സീൻസ് കുറവായിരിക്കാം, നായട്ടി നിമിഷം മറക്കാൻ പറ്റില്ല. ഇല്ല, തീർച്ചയായിട്ടും. ശരിക്കും നായട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണുങ്ങളുടെ കഥയാണ് പറഞ്ഞത്. മാട്ടിഞ്ഞാണ് ഈ പറഞ്ഞത് ഒരു ലേഡി കോൺസ്റ്റബിളിനെ കൂടെ ഇത് സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിമിഷം വരുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടാലറിയാം, നിമിഷയുടെ പെർഫോമൻസ് കൊണ്ട് നിമിഷം ഉണ്ടാക്കിയ സ്പേസ് ആണ്. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവാണ്. 1-2 സ്ഥലങ്ങളിലേ ഉള്ളൂ. കാരണം അത് എനിക്ക് അറിയാൻ മേല, സ്ത്രീ അറിയില്ല, അതെന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ നിമിഷ പെർഫോം ചെയ്ത് നന്നാക്കിയ സീനാണത്. അല്ലെ, നിമിഷയുടെ ആക്ടിങ് ആണ് നിമിഷം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെന്ന് നമ്മളെ അറിയിച്ചത്. കഥ ഇപ്പം പ്രവീൺ മൈക്കിളിനോ മണിയനോ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിന്റെ പകുതി ഇല്ല. അതെ അതെ, തീർച്ചയായിട്ടും. അതില് നിമിഷം വന്ന പോലെ തന്നെ അങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കപ്പെടുമ്പോഴാണ്, അല്ലെ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കണം സമൂഹത്തിലുണ്ട്. അപ്പൊ വിജയിക്കുമ്പോഴാണ് അറിയാലോ കച്ചവടക്കാർ അതിനെ എങ്ങനെ വിൽക്കാന്ന് ചിന്തിക്കുന്നത്. ഇനിയിപ്പോ താങ്കളുടെ സിനിമകൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടിയതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജോസഫിലായാലും നായാട്ടിലായാലും ഇപ്പോൾ റോന്തിലും. ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ എല്ലാവരും നമ്മളുടേതായ കള്ളിയിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ഇപ്പൊ ഒരു വിഷയം ഉണ്ടായാൽ, ഇപ്പൊ എന്താ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയം, കേരളത്തിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സംഘർഷം ഉണ്ടായ ഒരു വലിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് പ്രൊഫൈലുകൾക്ക് അവരുടെ പെർസ്പെക്റ്റീവിലെ അവർ കാണത്തുള്ളൂ. അതിൻ്റെ അപ്പുറം കാണില്ല. റൈറ്റ് വിങ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലേ അതിനെ കാണത്തുള്ളൂ. ഇതേ കണക്കാണ് എല്ലാത്തിനും നിങ്ങൾ കാണുന്നത്. ഞാൻ കണ്ടത് ഞാൻ എൻ്റെ പോലീസുകാരൻ്റെ വെർഷനിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. മീഡിയ പറഞ്ഞു വെച്ചതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത്തോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ റിയാലിറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന പോലീസുകാർക്കാണ് ഇവിടുത്തെ ഓരോ വിഷയങ്ങൾ. അങ്ങനെ അറിയാവുന്ന റിയാലിറ്റികൾ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നായരുടെ അകത്ത് പിഴവുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നായട്ടി ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ പറയാനും പറ്റാത്ത ചില എൻ്റെ ഭാഗത്തു നിന്നാണെന്ന് വെച്ചാൽ അല്ലതാണ്. ഇപ്പം ബിജുവിന്റെ പെർഫോമൻസ് ലെവലിൽ അവൻ ഭയങ്കര ഹൈ ആയപ്പം അവനൊരു വില്ലനെ കണക്കായിപ്പോയി. അത് എന്റെ തെറ്റല്ല. അവൻ പെർഫോം ചെയ്യുമ്പോൾ അവൻ അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചപ്പോൾ ചിലപ്പോൾ അവന് നെഗറ്റീവായി നിങ്ങൾ കണ്ടായിരിക്കും. നിങ്ങൾ തിരിഞ്ഞു നീന്തിച്ചു നോക്കി. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയിട്ടപ്പം ഫോണൊന്ന് എടുത്തു തരാൻ പറയുമ്പോൾ കയറി കുത്തിനു പിടിക്കുന്ന ദാർഷ്യം ആർക്കാണ് ഉള്ളത്? നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകൂടെ? ഇപ്പൊ ഒരു ഡയലോഗ് പറയാം. ഇപ്പൊ നിമിഷയുടെ വീട്ടിൽ ചെന്ന് മറ്റൊരു പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, അവരടുത്ത് താമസിക്കുന്നതാണ്, നിനക്ക് അവനെ അറിയാമല്ലോ, എന്തിനാ കേസൊക്കെ കൊടുക്കുന്ന വിട്ടല്ലോ. അവിടെ ഒരു നടൻ പറയാണ് നിനക്ക് അവനെ അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോ മാറി, അവര് നെഗറ്റീവായി. അപ്പം ഈ എടുത്തു വെക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ബാധ്യതയുണ്ടാവും. അത് പോട്ടെ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലല്ല. ഇപ്പൊ ഉണ്ടാകുന്ന റോന്തിനെ കുറിച്ച് ഏറ്റവും വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളത്. നിങ്ങൾ അതിനെ പരിപൂർണമായി അതിന്റെ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുക. 8 വർഷമായി ഈ പറയുന്ന പ്രതികള് ജയിലിലാണ്, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എല്ലാരും മെൻഷൻ ചെയ്യുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ പ്രതികൾ കോടതി കൃത്യമായി ശിക്ഷിച്ചിട്ടുണ്ടോ, അവരെല്ലാം അകത്തുമാണ്. അതിൽ പെട്ട 2 പോലീസുകാരുടെ ജീവിതം ആരും അന്വേഷിച്ചിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങളത് അന്വേഷിക്കുന്നില്ല. നിങ്ങൾ മീഡിയ പറഞ്ഞ അവർ കുറ്റക്കാർ. ഓക്കെ, അവരെവിടെ ചെന്ന് പെട്ടു, ഇതിൻ്റെ അകത്ത് എങ്ങനെ പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാരും ചിന്തിക്കാറില്ല. അപ്പം ഇത് പറയുമ്പോൾ ഓക്കെ, ഞാൻ പറയുന്നത് നമുക്കിവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ
ഇടതുപക്ഷ ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റോ റൈറ്റോ CPM കോൺഗ്രസ് എന്നല്ല പറഞ്ഞത്, റൈറ്റും ലെഫ്റ്റും ചിന്തകളൊക്കെ ഉണ്ടാവും. ഇപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാഴ്ച ആർക്കും ഇല്ല. ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല, അവർ നോക്കുമ്പോൾ ഇത് ശരിയല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ കൈയടിക്കും, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഇവർ കൈയടിക്കും എന്നുള്ളതെല്ലാം നടുക്കെന്ന് നോക്കുന്നില്ല. കാരണം മീഡിയ പറയുന്ന സ്റ്റോറീസാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, അതിനപ്പുറത്തോട്ട് ചിന്തിക്കില്ല. കാരണം എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യത്തെക്കാളും മീഡിയ വർക്ക് ചെയ്യുന്നത് ഇമോഷണലാണ്. ഒരു എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും ഇമോഷണലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ അതിനെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ റിയാലിറ്റിക്ക് അപ്പുറം എങ്ങനെ ഇമോഷൻ വർക്കാവും, ഏത് ഏരിയ വർക്കാവും എന്ന് നോക്കിയിട്ടാണ് കഥ പ്രചരിപ്പിക്കുന്നത്. സാധാരണ ഞാനും അതാണ് വിശ്വസിക്കുന്നത്, ബഹുഭൂരിപക്ഷം അതാണ് വിശ്വസിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞിട്ട് റിയാലിറ്റികൾ ആരും അന്വേഷിക്കാറില്ല ഇതിൻ്റെ. പിന്നെ നമുക്ക് ആ റിയാലിറ്റികൾ പറയാൻ പറ്റില്ല. റിയാലിറ്റികൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശത്രുവാകും, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനാവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പോലീസ് പക്ഷത്താണ് നിൽക്കുന്നത്. പോലീസ് എല്ലാവരും പുണ്യാത്മാക്കളൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ സാധാരണ പോലീസുകാരൻ്റെ പ്രശ്നങ്ങളുണ്ട്, പെട്ടുപോകുന്ന പോലീസുകാരുണ്ട്, അവരുടെ കുടുംബമുണ്ട്. ആ കുടുംബമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവരിപ്പോഴും, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പൊതുവായിട്ട് പറയാൻ പറ്റാത്ത, അവരിപ്പോഴും പ്രശ്നങ്ങളിലാണ്. ആ കേസിലെ പ്രതികൾ ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞാൽ ജീവപര്യന്തമാണ് കഴിഞ്ഞാൽ ഇറങ്ങാം. ഇപ്പോഴും ഈ 2 പോലീസുകാരുടെ കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല. അതാണ് റിയാലിറ്റി എന്നുള്ളത്. അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങളും വന്നിട്ടുണ്ട്. നായാട്ടിന്റെ കണക്കത്തൊരു ഘടകങ്ങളുടെ സാഹചര്യത്തിലാണ് ഈ കേസുകൾ ഉണ്ടാവുന്നത് വരെ. അപ്പൊ അത് അവരെ കുറിച്ച് ആരും അന്വേഷിക്കാതെ ഞാൻ പോലീസിനെ വെള്ളപൂശാൻ വരുന്നു എന്ന് പറയുന്നില്ല. ഇത് 2 മനുഷ്യർക്ക് എന്ന് വെച്ചാൽ റോന്തിലെ പ്രധാന ലാസ്റ്റത്തെ പ്ലോട്ടുകളിൽ വരുന്ന ഏരിയകളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾ മീൻസ് പറയുന്നത് എല്ലാ മനുഷ്യരും നിങ്ങളൊന്ന് തുറന്ന മനസ്സോടുകൂടി അവരിലോട്ടൊന്ന് നോക്കും, അവരെന്താണ് ചെയ്തതെന്ന് നോക്കും. അല്ല, അതും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് സിനിമ കണ്ട് നായാട്ടിലായാലും ഈ വിവാദം വന്നപ്പം തോന്നിയിട്ടുള്ള ഒരു കാര്യം, സംവിധായകൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ്. അതായത് അതിനൊരു പോസിറ്റീവായിട്ട് തന്നെ സിനിമയ്ക്ക് വരണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ പറയട്ടെ, എനിക്ക് എന്താണ് പ്രശ്നം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പുന്നമടയാണ്, അല്ലെ എൻ്റെ കുടുംബം അക്കരയിലായിരുന്നു. അവിടെ ഏക മുസ്ലിം കുടുംബമുള്ളു. അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന സമൂഹം അങ്ങനെ ഒരു സമൂഹത്തിൽ കിടന്നിട്ട് എനിക്ക് ഞാൻ കഴിക്കാത്ത ഭക്ഷണം കഴിക്കാത്ത വീടുകളില്ല. ഇപ്പൊ ചെന്നാലും എനിക്ക് തരുന്ന ഭക്ഷണം അല്ലെ കിട്ടുന്ന എല്ലാത്തരം, ഞാൻ പറഞ്ഞത് അല്ലാത്ത ലൈഫിൽ എനിക്ക് എത്രയും സുഹൃത്തുക്കളുള്ള സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന നേട്ടമെന്നാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റ് ഇട്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഇനി ഇത് ചെയ്യേണ്ട, അവരവരുടെ കാഴ്ചപ്പാട് പറഞ്ഞോട്ടെ, എനിക്ക് ഫോർവേഡ് ചെയ്യേണ്ട. കാരണം അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത് അതൊരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ എഴുതുന്നവരോട് നിങ്ങൾ കുറച്ചൊന്ന് സത്യസന്ധമായി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ 2 പോലീസുകാരുടെ ജീവിതം ഒന്ന് അന്വേഷിക്കൂ. അവർ കടന്നുപോയ ജീവിതം അന്വേഷിച്ചിട്ട് എന്നെ വിമർശിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. നായാട്ടിലെ എന്നെ ആ കഥയിലോട്ട് കൊണ്ടുവന്ന ഘടകം, 4 പോലീസുകാർ ഒരു ഫംഗ്ഷന് പോയി തിരിച്ചു വരുന്നു. അവരെല്ലാം കാറിലായിരുന്നു. ഞാൻ പോലീസാണെങ്കിൽ അടക്കം നമ്മൾ എന്തെങ്കിലും പാർട്ടി പോവുകയാണെങ്കിൽ പോലീസുകാർ ആദ്യത്തെ പണി സംരക്ഷിക്കുകയാണ്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് വണ്ടി വിളിച്ചിട്ടേ പോകത്തുള്ളൂ, ഒരു മദ്യപാനം. അങ്ങനെ കൃത്യമായ ഡ്രൈവറുമായിട്ട് വണ്ടിയായിട്ട് പോയി ലാസ്റ്റ് ഇവരൊരു ബാറിൽ നിന്ന് കയറുമ്പോൾ, എൻ്റെ അറിവാണ്, എനിക്ക് ഒറിജിനലാണെന്നല്ല ഞാൻ കേട്ടിടത്തോളം, അവിടുത്തെ CCTV വരുന്നുണ്ട് വേറൊരു ഡ്രൈവറാണ് ഓടിക്കുന്നതെന്ന്. ആ ആക്സിഡന്റ് മരിച്ച 2 കൊച്ചുകുട്ടികളാണ്. 2 കൊച്ചുകുട്ടികളെ വണ്ടി കയറ്റി കൊല്ലാൻ, അല്ലെ രാത്രി വഴി കൂടെ പോകുന്ന ഒരു പരിചയമില്ലാത്ത 2 കുട്ടികൾ വണ്ടി ഇടിക്കപ്പെടുകയും അവർ മരണപ്പെടുകയും ചെയ്തപ്പം അതിൻ്റെ അകത്ത് അനാവശ്യമായ സെക്ഷൻസ് ആഡ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ പറയുകയും അവരങ്ങനെ അതുവരെ സ്റ്റേഷനിൽ നിൽക്കുന്നവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ട അവസ്ഥ വരുവാണ്. അപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു തെറ്റും ചെയ്തില്ല, ഡ്രൈവർ വരെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇവിടുന്ന് മാറുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണൊരു, ഞാൻ പറയും ഈ സിനിമയിലോട്ട് വരുമ്പോൾ ആക്ച്വലി അതിൽ ദളിത് അട്രോസിറ്റി ആക്ട് ഒക്കെ ഇട്ട് ഇവർക്കെതിരെ കേസെടുത്തു. പിന്നീട് ഹൈക്കോടതി ചെന്നപ്പോൾ ഇത് ഒരിക്കലും നിൽക്കില്ല, കാരണം ഒരു പരിചയമില്ലാത്ത 2 കുട്ടികളാണ്. അപ്പോൾ അവിടെ ഈ സെക്ഷൻസ് ആഡ് ചെയ്തതിനാണ് എലക്ഷൻ മുന്നിൽ കണ്ടിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലമാണ് അവിടെ. ആ പ്രാവശ്യം ഇലക്ഷന് 35 വോട്ടിനാണ് ഒരു വിജയം ഉണ്ടാകുന്നത്. നമ്മൾ അതിന്റെ ബാക്കി നോക്കിയാൽ മതി. അപ്പൊ അവിടെ 2 പോലീസുകാർ ബലിയാടാക്കി 4 പോലീസുകാരുണ്ടായിരുന്നു. അവരും ഇപ്പം സർവീസിൽ ഈ പറയുന്ന കേസ് തീർന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയ പോലീസുകാരുടെ കഥയാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പോലീസ് പക്ഷത്താണ് കഥ പറയുന്നത്, അല്ലാതെ എനിക്ക് 2 പക്ഷത്തോടും അവരുടെ ശരികൾ അവർ പറയട്ടെ. ഇപ്പം
പലപ്പോഴും ഞാൻ എവിടെ അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സിനിമ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വായനയാണ് അതിൻ്റെ അകത്ത്. അതെ. അതിന് എനിക്കൊരു തെറ്റും പറയാനില്ല. അവർക്ക് എന്നെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നല്ലാതെ എനിക്കതിനെ ചെന്നിട്ട് ഇനി സിനിമ കണ്ട എല്ലാവരോടും എനിക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. വായിച്ചെടുത്ത എങ്ങനെയാണെങ്കിൽ അത് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. റോന്ത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പോലീസുകാരോട് ഒരു സ്നേഹമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അല്ല, ഒരു മിനിമം ഞങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ പലപ്പോഴും പെട്ടെന്നൊരു വിഷയം വരുന്ന 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു, എത്രയോ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇവരൊക്കെ എന്താണ് ചെയ്തതെന്ന് ആരും അന്വേഷിക്കാറില്ലല്ലോ. പോലീസിനെ പൊതുവെ ശത്രുവായി കാണുന്നുണ്ട്. അവന്മാർക്ക് അത് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറയണ്ടേ. ഇത് എന്താണ് പുതിയ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ തന്നെ പോലീസ് കഥകളാണ്? കഴിഞ്ഞോടുകൂടി ഞാൻ തീരുമാനിച്ചു എനിക്ക് വേണ്ടത് മനസമാധാനമാണ്. അപ്പോൾ ഇനി ഇത്തരം സിനിമകൾ എടുക്കണ്ട, ആൾക്കാർ കൈയടിക്കുന്ന കുറച്ച് സിനിമകളൊക്കെ എഴുതി ജീവിക്കാന്ന് ഉള്ള ചിന്തയിലോട്ട്. ഇനി എങ്ങനെയുള്ള ചിത്രങ്ങളാണ് പ്ലാനിലുള്ളത്? എത്തരം ആൾക്കാർ കൈയടിക്കുന്ന, ഓഫീസർ ഓൺ ഡ്യൂട്ടി കണക്കുള്ള, ആർക്കും ശല്യമില്ലാത്ത, സത്യങ്ങൾ പറയണ്ടാത്ത, വളരെ ഫണ്ണായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? സറ്റർ മോളിൽ 1-2 പടങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ കണക്കാണ്. അല്ല, ഇങ്ങനത്തെ വിഷയം പറ്റില്ല. അതായത് സമയമെടുത്ത് വയ്യ. അത് ചിലപ്പം കുറച്ചു പേർ ചിലപ്പോൾ അതിനെ വീണ്ടും വിളിക്കും. എന്താ ഒരു വാദമുണ്ടല്ലോ, സന്ദേശത്തൊക്കെ നമ്മൾ പറയുന്നത് എന്താ, ഇത് രാഷ്ട്രീയവാദി. ചിലപ്പോ അങ്ങനെയൊക്കെ പടം ചെയ്ത് നമ്മൾ അരാഷ്ട്രീയവാദിയാവും. അപ്പൊ അത് അല്ല, എങ്ങനെ ചെയ്താലും രണ്ട് രീതിയിലാണ് പ്രേക്ഷകര് സിനിമ കാണുന്നത്. പക്ഷെ ഒരു നായകനെ ഉണ്ടാക്കിയിട്ട് നായകൻ 10 പേരെ തല്ലി 10 പേരെ കൊന്ന് ഹീറോ ആകുമ്പോൾ ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല. അതാകുമ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്, ആൾക്കാർ കൈയടിച്ചാൽ മതി എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഇന്ത്യൻ സിനിമയില് ശ്രദ്ധിച്ചിട്ടുള്ള സംവിധായകരും എഴുത്തുകാരും അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ ഇതാണ്? അങ്ങനൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ മാരി സെൽവരാജന്റെ പരിയറും പെരുമാളാണ്. ഇതാണ് എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ, അല്ലെ ആ സിനിമ ഞാൻ 1-2 പ്രാവശ്യം കണ്ട സിനിമ എന്റെ അടുത്ത് ഉള്ളത് അതാണ് സത്യമായിട്ട്. ഞാൻ ഫസ്റ്റ് ഡേ, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയി കണ്ട പടമാണ്, തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. മർജനൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോയി. എനിക്കത് കാണണമെന്ന് പറഞ്ഞ് ആ കലപ്പി സോങ് ഹിറ്റായിട്ടായിരുന്നു. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയ സിനിമയാണ്. ആ പൊളിറ്റിക്സ് ഭയങ്കര രസമാണ്. അതിന് ശേഷമുള്ളതല്ലേ പറഞ്ഞു, എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു സത്യസന്ധത കണക്ട് ആവുന്നൊരു ഇതാണ്. അപ്പം അതിഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഞാൻ അങ്ങനെ കുറെ പടങ്ങൾ ഇഷ്ടമാണ്. എടുത്തു ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും, നിങ്ങൾക്ക് ഏത് പടമാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ചാൽ. എത്ര സിനിമകൾ കാണാനാണ് ഇഷ്ടം? എനിക്ക് രാഷ്ട്രീയ സിനിമകൾ ഇഷ്ടമാണ്. രാഷ്ട്രീയ സിനിമകളെന്ന് ഇടത് വലത് രാഷ്ട്രീയ പരിപാടികളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം മനുഷ്യൻ, വ്യക്തി, ഭരണകൂടങ്ങൾ എന്നൊക്കെ പറയുന്ന ആംഗിളിൽ വരുന്ന സിനിമകൾ. ഇപ്പൊ കാഫർന നിങ്ങൾ കണ്ടായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ പടമാണെന്ന് ചോദിച്ചാൽ വളരെ പൊളിറ്റിക്കൽ പടമാണ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ശരിക്കും ഈ സിനിമകൾ ഒരു പർട്ടിക്കുലർ സമയത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായാലും എൻ്റെ ചിന്തകളിൽ ഒരു സിനിമ എന്ന് പറയുന്ന മാറ്റം ഉണ്ടാക്കിയ സിനിമ, ഞാൻ വെറുതെ ആലപ്പുഴ കൂടെ പോകുമ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു. ഏതാണ് എനിക്കൊന്ന് പേര് വിട്ടുക നടത്തിയവരുടെ, അത് വെറുതെ സമയം പോകാൻ വേണ്ടി അതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ കണ്ട സിനിമയാണ് കണ്ടഹാർ എന്ന് പറഞ്ഞ് മെൽബഫിന്റെ സിനിമ. അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം അന്ന് അവിടെ ഇരുന്ന 2 ദിവസമുള്ള എല്ലാ സിനിമയും കണ്ടു. ആ സിനിമ എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് ആണ്. അത് പൊളിറ്റിക്സ് പറയുന്ന ഭയങ്കര രസമാണ്. അറിയുമെന്ന്, എൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടി ഇറാനിൽ നിന്ന് റെഡ് ക്രോസിന്റെ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അഫ്ഗാനിസ്ഥാൻ വരെ വരുന്ന ഒരു ലേഡിയുടെ ഒരു ട്രാവൽ. പക്ഷെ എന്തൊരു രസം. എനിക്ക് അങ്ങനത്തെ പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ സിനിമകളായിരിക്കും ഞാൻ കൂടുതൽ കാണുന്നത്. ഇപ്പൊ ഫ്രഞ്ച് സിനിമകൾ, ഇപ്പം റോന്ത് എന്ന് പറയുന്നതിൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് പ്രശ്നമാണ്. അപ്പം ഞാൻ ഈ റോന്തിൻ്റെ അത് പറഞ്ഞപ്പം തൻസീർ സിനിമ, പലരും തൻസീർ എന്ന് പറയും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, സിനിമാക്കാർക്കെല്ലാം അറിയുന്നൊരു തൻസീറുണ്ട് ഇവിടെ ഉണ്ട്. അപ്പം തൻസീറാണ് പറഞ്ഞത്. തൻസീറിന് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും, ലോക സിനിമകൾ ഭയങ്കര ക്ലാരിറ്റിയുള്ള ആളാണ്. തൻസീർ നിങ്ങൾ ഇങ്ങനൊരു പടമുണ്ട് ലെ മിസ്റബിൾസ് എന്ന് പറഞ്ഞ് 2020 ഏതാണ്ട് ഇറങ്ങിയ പടം. അത് 3 പോലീസുകാരുടെ ഒരു ഡേ പെട്രോളിംഗ് ആണ്. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്.
അതും ചിലപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിനെയൊക്കെ എതിർക്കും. കാരണം ആ സിനിമ ഇഷ്ടമാണ്. പിന്നെ യു റെസംബിൾസ് മീ എന്ന് പറഞ്ഞൊരു പടം കണ്ടായിരുന്നു. ഏതെങ്കിലും സിനിമകളുടെ സ്വാധീനം താങ്കളുടെ സിനിമയിലേക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സംവിധായകരുടെ? ഇല്ല, പല സിനിമകളൊന്നും നമുക്ക് പലതാണ് കിട്ടുന്നത്. ഒരു പർട്ടിക്കുലർ ആള് എന്നുള്ള സാധനമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ആ പടത്തിന്റെ പേര് ബോപ്പോ എന്നാണ്. സൗണ്ട് ഡിസൈൻ. ഞാൻ സിനിമ ചെയ്യുകയാണെങ്കിൽ കഴിയുന്നത് മ്യൂസിക് ഒഴിവാക്കണമെന്ന് എന്നെ ചിന്തിപ്പിച്ച സിനിമ ഏതാണ്. പിന്നെ ചില സിനിമകളുടെ സ്റ്റോറി ടെല്ലിങ് ചിലതായിരിക്കും ഇഷ്ടം. ഇപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് മറ്റേ ഡിസിഷൻ ടു ലീവ് എന്ന് പറഞ്ഞ് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നത്. കുറ്റാന്വേഷണമൊക്കെയാണ്, പക്ഷെ അത് പറയുന്നത് ഭയങ്കര രസമാണ് പല കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ഡയറക്ടേഴ്സിന്റെ പേര് ഞാൻ ഓർത്തിരിക്കത്തില്ല. ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ മേക്കിംഗ് ഇഷ്ടമാണ്. പക്ഷെ സ്വാധീനം എന്നല്ല പറഞ്ഞത്, എവിടേക്കും ഇത് നമ്മളെ സ്വാധീനിക്കും, നമുക്കറിയില്ലത്. ചിലപ്പോൾ അങ്ങനെ നമ്മളൊരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാക്കാം അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ. എൻ്റെ സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട, അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ ഒത്തിരി പറ്റിയിട്ടുണ്ട് പല സിനിമകൾ കണ്ടിട്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന നേരം മനീഷനോട് പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ സിനിമയെ വേണ്ട, അതാണ് എൻ്റെ സിനിമ. അത്രയും